ഈ രാത്രികളെല്ലാം വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തിരിക്കുകയാണ്. എന്റെ അടിമ എന്നോട് ചോദിക്കുന്നുണ്ടോ? എന്റെ അടിമ എന്നോട് മിണ്ടുന്നുണ്ടോ? എന്റെ അടിമ എന്നോട് സംസാരിക്കുന്നുണ്ടോ? മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് ഇൻ അലിംതു ലൈലത്തുൽ ഖദ്രി മാ അഖൂലു ഫീഹാ. ഓ നബിയേ, ലൈലത്തുൽ ഖദ്റാണ് എന്നറിഞ്ഞാൽ ഞാൻ എന്താണ് പറയേണ്ടത്? ആ രാത്രിയിൽ ഞാൻ എന്താണ് ഏറ്റവും കൂടുതൽ മൊഴിയേണ്ടത്? ആ സമയത്ത് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി, അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന ദിക്ർ അധികരിപ്പിക്കണം മോളെ ആയിഷ എന്നുള്ളതാണ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി. എത്ര മഹത്തരമാണ് ആ ദിക്ർ! ഒരു ജീവിതകാലത്തെ വ്യത്യസ്തങ്ങളായ സമയങ്ങൾ ലഭിച്ചു. ആയുസ്സും ആരോഗ്യവും നമുക്ക് തോന്നിയ രൂപത്തിലേക്ക് വിനിയോഗിക്കപ്പെട്ടപ്പോൾ, നമുക്ക് തോന്നിയ രൂപത്തിലേക്ക് നമ്മൾ വിനിയോഗിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നമുക്കും ബോധ്യമുണ്ട് നമ്മൾ ചെയ്ത പല പ്രവർത്തനങ്ങളും അല്ലാഹു പൊറുക്കാത്ത പ്രവർത്തനങ്ങളാണ്, മാപ്പ് ചെയ്യാത്ത പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്തത് എന്ന ബോധ്യം നമുക്കുമുണ്ട്. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന രാവുകളിൽ നിങ്ങൾ അധികരിപ്പിക്കേണ്ടത് അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന ദിക്റാണ്. എത്ര മഹത്തരം! അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ, നീ അങ്ങേയറ്റത്തോളം മാപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് റബ്ബേ. ഞാൻ നിസ്കരിച്ചിട്ടില്ല, എന്റെ നോമ്പുകൾ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്, എന്റെ വ്യത്യസ്തങ്ങളായ അമലുകൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, ഞാൻ നീ പറഞ്ഞ സമയങ്ങൾ ഉപയോഗപ്പെടുത്താതെ പോയവനാണ്, നിന്റെ മുന്നിലേക്ക് വരാൻ യോഗ്യതയില്ലാതെ നിൽക്കുന്ന ഒരു പാപിയാണ് ഞാൻ. അങ്ങനെയൊക്കെയാണ് ഞാനെങ്കിലും ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ, നീ അങ്ങേയറ്റത്തോളം മാപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവനാണ് എന്റെ റബ്ബായ നീ. അതുകൊണ്ട് ഫഅഫു അന്നി, എനിക്ക് നീ മാപ്പ് ചൊരിയണം അല്ലാഹ്. എത്ര മഹത്തരമായ ദിക്റാണ്! ഈ ദിക്ർ ധാരാളം അധികരിപ്പിക്കേണ്ട രാവുകൾ, ഈ ദിക്ർ ധാരാളം അധികരിപ്പിക്കേണ്ട പകലുകൾ, ഇതെല്ലാമാണ് നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസങ്ങളെ ഓർത്ത് വിലപിക്കുന്നതോടൊപ്പം നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ദിക്റുകൾ അധികരിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിൽ നിന്നുള്ള തൃപ്തി നേടാൻ സാധുക്കളായ ഞാനും നിങ്ങളും ധാരാളം പരിശ്രമിക്കേണ്ടതുണ്ട് എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്.